തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ചിലപ്പോഴെങ്കിലും നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ താരതമ്യം ചെയ്ത് വിഷമിക്കുന്നവരുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തി, അവരൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി. അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരും ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരും ചില വീട്ടമ്മമാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ് അവരുടെ ജീവിതത്തെ വിലയിരുത്തുന്നത്. അവരങ്ങനെ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന്. സത്യത്തിൽ നമ്മുടെ പ്രവൃത്തികളുടെ വില നിശ്ചയിക്കുന്ന ആരാണ്? ഓരോ പ്രവൃത്തിയുടെ മഹത്വം ആരാ തീരുമാനിക്കുന്നത്? വിധവയുടെ കൊച്ചു കാണിക്കയല്ലേ കർത്താവിൻ്റെ കണ്ണിലെ തിളക്കം കൂട്ടിയത്? സമ്പന്നരുടെ വലിയ നോട്ടുകളല്ല, ചുങ്കക്കാരൻ്റെ ചെറിയ പ്രാർത്ഥനയല്ലേ കർത്താവ് ശ്രദ്ധിച്ചത്? എങ്കിൽ നമ്മുടെ ഹൃദയമാണ് കർത്താവ് നോക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വലിയൊരു ഓഫീസ്, അവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന വലിയൊരു ബിസിനസ്സുകാരനോ ജോലിക്കാരനോ ഉണ്ടെന്ന് ഓർക്കുക. ലോകത്തിൻ്റെ മുൻപിൽ അയാളായിരിക്കാം ഏറ്റവും വലിയവൻ. ആ ഓഫീസിലെ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ചേട്ടനോ ചേച്ചിയോ അവിടെ കാണും. പക്ഷേ എനിക്ക് തോന്നുന്നു, ഈ വലിയ സ്ഥാനത്തിരിക്കുന്ന ചേട്ടൻ്റെ ഹൃദയത്തിൽ സ്നേഹക്കുറവുണ്ടെങ്കിൽ, സമർപ്പണമില്ലെങ്കിൽ, വേണ്ടത്ര കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ, അദ്ദേഹം ആ ഓഫീസിലെ ഏറ്റവും ചെറിയ ജോലിക്കാരനായി ദൈവത്തിൻ്റെ മുമ്പിൽ മാറിയേക്കാം. ഒരുപക്ഷെ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ചേട്ടൻ ചേച്ചി വലിയ സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടിയാണ് ആ ജോലി ചെയ്യുന്നെങ്കിൽ, ദൈവത്തിൻ്റെ മുൻപിൽ അത് ഏറ്റവും വലുതായി മാറിയേക്കാം. അപ്പോൾ വലിയ സ്നേഹത്തോടെ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ പോലും വലിയതാകും. ചെറിയ സ്നേഹത്തോടെ ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ ചിലപ്പോൾ ചെറുതായി പോകും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സ്നേഹം, സമർപ്പണവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ചിന്തയോടെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ മഹത്വം കൂടും. അതാണ് പൗലോസ്ലീഹ കോരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അവസാനം പറഞ്ഞത്, വിശ്വാസം, ശരണം, ഉപവി, ഇത് മൂന്നും നിലനിൽക്കും, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തോടെ എല്ലാം ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രവൃത്തികളെ വലുതാക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ.